പാറക്കുട്ടിയമ്മ കെട്ടിപ്പിടിക്കുന്നത് നോക്കൂ. ആ ദൃശ്യങ്ങൾ, ഒരു ഭാഗത്തെ പശുവിന്റെ ദൃശ്യങ്ങൾ, മറുഭാഗത്തെ പാറക്കുട്ടിയമ്മ. കലർപ്പില്ലാതെ മനുഷ്യർ കൂട്ടം കൂടി ജീവിക്കുന്നൊരു നാടാണ്. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. നമ്മുടെയൊക്കെ വീട്ടുകളിൽ പാറക്കുട്ടിയെ പോലെ ഒരു ചേച്ചി ഉണ്ടെങ്കിൽ പിന്നെ ആ വീട്ടുകാർക്ക് ധൈര്യത്തിന് വേറെ ആര് വേണം അല്ലേ? എനിക്കൊന്ന് ഈ നാട്ടുകാരുടെയൊക്കെ ഹീറോ ആയെന്ന് തോന്നുന്നു നമ്മുടെ പാറക്കുട്ടി ചേച്ചി അലി. ഉറപ്പായും അരുൺകുമാർ, വഴിയിൽ കാത്തു നിൽക്കുന്നവരിൽ സുഹൃത്തുക്കളുണ്ട്, അയൽക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, ഒക്കെയുണ്ട്. എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കാരണം പാറക്കുട്ടി ചേച്ചി നേരത്തെ പറഞ്ഞു, 3 പേരിൽ കുറച്ച് കാടറിയുന്നയാൾ, കൂട്ടത്തിൽ മൂത്തയാളൊക്കെ പാറക്കുട്ടി ചേച്ചിയാണ്. കാട്ടാന വന്നപ്പോൾ ശബ്ദം ഉണ്ടാക്കരുത്, നിശബ്ദമായിരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തത് പാറക്കുട്ടി ചേച്ചിയാണ്. ഈ ഓഫീസർമാരെ, അതായത് രക്ഷിക്കാൻ വേണ്ടി എത്തിയ ഓഫീസർമാരെ കണ്ടപ്പോൾ നായാട്ട് സംഘമാണെന്ന് കരുതി വലിയൊരു അപകടം ഉണ്ടാകുമെന്ന് പേടിച്ച് നിശബ്ദമായി മാറിയിരിക്കാൻ വേണ്ടി പറഞ്ഞത് പാറക്കുട്ടി ചേച്ചിയാണ്. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്ത ആൾ പാറക്കുട്ടി ചേച്ചി തന്നെയാണ്. രോഗാവസ്ഥയിലുള്ള ആൾ കൂടിയാണ്, അതുകൂടി പരിഗണിക്കണം. അങ്ങനെയുള്ള ആളാണ് ഇത്രയും മനോധൈര്യം കൈവിടാതെ നിന്നത്, ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചത്. അലി, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, മറ്റുള്ള ചാനലിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എങ്ങനെയാണ് ഈ സകല സ്ഥലത്തും എത്തപ്പെടുന്നത്? കാട്ടിലും വെള്ളത്തിലും, ഇനി ആകാശത്ത് മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ ആദ്യം ഈ കാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അടുത്തേക്ക് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് മേടിച്ചു. അപ്പം സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ട, ഞങ്ങൾ നേരെ തിരിച്ച് 1 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നാൽ ഞങ്ങളുടെ വീടെത്തും. പക്ഷെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോയി. അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ലക്കില്ലാതെ ആയിപ്പോയി. അപ്പോൾ അങ്ങനെയാണ് വനത്തിലേക്ക് പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് എത്തേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയത്. ജോഡി ചെന്നപ്പോൾ ഞങ്ങൾ ആ കല്ലിൻ്റെ മുകളിൽ. ഇനി എനിക്കൊന്നും അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനും ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും ഒക്കെയുള്ള സമയമാണ്. നമുക്ക് അവരെ സ്വതന്ത്രമാക്കേണ്ടതുണ്ട്. അവരെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ആ കാഴ്ചകളൊക്കെ ഇന്നത്തെ പ്രഭാതത്തിലെ തെളിഞ്ഞ കാഴ്ചകളാണ്. കലർപ്പില്ലാതെ സ്നേഹിക്കുന്ന മനുഷ്യർ, ആ ഒരു നാട് മുഴുവൻ ഈ 3 പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി, 3 സ്ത്രീകളെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചകൾ ആണ് നമ്മൾ കണ്ടത്. അതിൽ അമ്മ, മകൾ, ഭർത്താവ്, ഭാര്യ, അനിയൻ അല്ലെങ്കിൽ സഹോദരൻ, സഹോദരി, സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും കലർപ്പില്ലാതെ ഒരു കൂട്ടം മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നതാണ്. ശരിക്കും ഈ നാട്ടിൽ ഈ മനുഷ്യര് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ നേരെ പാറക്കുട്ടിയമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അവർ ഷുഗർ പേഷ്യൻ്റാണ്. പക്ഷേ എന്നിട്ടും ഒരു രാത്രി ഭക്ഷണം കഴിക്കാതെ അതിജീവിച്ചു.